കൊട്ടാരങ്ങളുടെ നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് രാജസ്ഥാനാണെങ്കിലും 10,000-കണക്കിന് മണിമാളികകൾ ഒരുമിച്ച് കാണുവാൻ പറ്റുന്ന തമിഴ്നാട്ടിലെ ഒരു ഹിഡൻ അൺഎക്സ്പ്ലോർഡ് ജെമ്മായ ചെട്ടിനാടാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ 2 ദിവസം ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ചെട്ടിനാട്. ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെട്ടിനാട് കാണുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്കുള്ളതാണ്. കേരളത്തിൽ നിന്ന് എങ്ങനെ ചെട്ടിനാട് എത്താം, എന്തൊക്കെ കാഴ്ചകൾ കാണുവാനുണ്ട്, എവിടെ സ്റ്റേ ചെയ്യണം, തനതായ രുചിയിടങ്ങൾ, മസ്റ്റായി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണാം. ഹായ്, ദിസ് ഇസ് അനുപമ ആൻഡ് അഭിഷേക്. വെൽക്കം ടു ബാക്ക്പാക്ക് കപ്പിൾ. ചെട്ടിനാട് 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ചെട്ടിനാടിന്റെ ഉത്ഭവം. അക്കാലത്ത് നാട്ടുകോട്ടൈ ചെട്ടിയാർ എന്ന സമ്പന്ന സമുദായം വെള്ളപ്പൊക്കം മൂലം അവർ താമസിച്ചിരുന്ന കാവേരി പൂമ്പട്ടണം ഉപേക്ഷിച്ച് കാരിക്കുടിയിലേക്ക് കുടിയേറി. അങ്ങനെ കാരിക്കുടി എന്ന ചെറുപട്ടണവും 96 ഗ്രാമവും ചേർന്ന് ചെട്ടിനാട് എന്ന മേഖലയായി രൂപാന്തരപ്പെട്ടു. ഇതിൽ 76 ഗ്രാമം ഇന്നും നിലവിലുണ്ട്. രത്നവ്യാപാരത്തിലൂടെയും പരുത്തി വ്യാപാരത്തിലൂടെയും ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ, മ്യാൻമർ എന്നീ രാജ്യങ്ങളിൽ ഇവർ സ്വാധീനമുറപ്പിക്കുകയും അവിടെ സ്ഥിരതാമസക്കാരാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൊട്ടാര സമാനമായ പല വീടുകളും ഇന്ന് താഴ്ത്തു പൂട്ടിയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു, കേരളത്തിൽ നിന്ന് നമുക്കിവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാം. കേരളത്തിൽ നിന്ന് കാരിക്കുടിയിലേക്ക് തിങ്കളും ശനിയും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ് കേട്ടോ അത്. കാരിക്കുടിയാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എങ്കിലും 90 കിലോമീറ്റർ അകലെയുള്ള തൃച്ചിയിലേക്ക് ഡെയിലി കേരളത്തിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. ഇനി അങ്ങനെയും അല്ലെങ്കിൽ മധുരയിൽ എത്തിയിട്ട് നമുക്ക് ടാക്സിയോ ബൈക്കോ റെന്റിനെടുത്ത് ഇവിടെ എത്തിച്ചേരാം. നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് തിരുച്ചിറപ്പള്ളി ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ കിഴക്കൻ വാസ്തുവിദ്യ ശൈലികൾ സമന്വയിപ്പിച്ച് നിരവധി മാൻഷനുകളാണ് ഇവിടെ ഉയർന്നു വന്നത്. അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആത്തൻകുടി പാലസിലാണ് നമ്മളിപ്പോൾ. 1929-ലാണ് നാച്ചിയപ്പ ചെട്ടിയാർ ഈ വീടിൻ്റെ പണി ആരംഭിക്കുന്നത്. വൈദ്യുതിയോ സിമൻറ്റോ മോഡേൺ എക്യുപ്മെൻറ്റ്സോ ഒന്നുമില്ലാതെ ഒരു കൂട്ടം ആളുകളുടെ പരിശ്രമ ഫലമാണ് 1932-ൽ പണി പൂർത്തിയായ ഈ ഭവനം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വസ്തുവും പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തവയാണ്. ഇതാണ് ഈ മാൻഷൻ്റെ വിശാലമായ നടുമുറ്റം. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വരുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കനാട് കാതൻ വില്ലേജിലെ CVCT സ്ട്രീറ്റിലെ SSTMR മാൻഷനിലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു പടിപ്പുര പോലെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഉള്ളിലേക്ക് എത്തുവാൻ. നാട്ടുകോട്ടൈ ചെട്ടിയാർമാർ പ്രധാനമായും പലിശയ്ക്ക് കടം കൊടുക്കുന്നവരായിരുന്നു. അവരുടെ പണമിടപാടുകൾ നടന്നിരുന്ന ഹോളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് ഇവിടുത്തെ നടുമുറ്റം. ഇവിടെയാണ് ഈ വീട്ടിലെ കല്യാണങ്ങൾ നടക്കുന്നത്. സിമൻറ്റും ഒന്നുമല്ല, ഇവിടെ മുട്ടയുടെ വെള്ള ഉപയോഗിച്ചിട്ടാണ് ഇത് മുഴുവൻ തേച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഷൈനിങ് സർഫസ് ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അടുക്കളക്കെട്ട്. നമുക്കിനി ഈ പടികൾ കയറിയിട്ട് മുകളിലേക്ക് പോവാം. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ചെട്ടിനാട് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ എത്ര മാൻഷനുകളാണെന്ന് നോക്കൂ. മുകളിലേക്ക് കയറിയപ്പോഴേക്കും നല്ല മഴക്കോള് കണ്ടാലും ഞങ്ങൾ വേഗം താഴോട്ട് ഇറങ്ങി. അങ്ങനെ ചെട്ടിനാട് വീടിന് നടുമുറ്റത്ത് നിന്ന് മഴ ആസ്വദിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. നമുക്കിനി അടുത്ത മാൻഷൻ വിസിറ്റ് ചെയ്യാം. CVCT സ്ട്രീറ്റിലെ തന്നെ മറ്റൊരു മാൻഷനിലാണ് നമ്മളിപ്പോൾ. SAS RM ഹൗസ് അഥവാ ലക്ഷ്മി ഹൗസ്. ഓരോ ചെട്ടിനാട് വീടുകളുടെയും പ്രത്യേകത ഈ ഒരു നടുമുറ്റം തന്നെയാണ്. ഇവിടെയുള്ള ഓരോ തൂണുകളും ബർമ തേക്കിൻ്റെ ഒറ്റ തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഹാൾ. ബർമ തേക്കും ബെൽജിയൻ ഗ്ലാസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂര്യൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിനി മുകളിലെ കാഴ്ചകൾ കാണാം. ഓരോ ചെട്ടിനാട് മാൻഷനും ഏകദേശം 30-ൽ കൂടുതൽ മുറികൾ ഉണ്ടെങ്കിലും ഇതൊന്നും ബെഡ്റൂം അല്ല കേട്ടോ. ചെട്ടിയാർ സമുദായം വ്യാപാരികളായതിനാൽ തന്നെ വീട്ടിലെ ആണുങ്ങൾ എപ്പോഴും വിദേശത്തായിരിക്കും. പെണ്ണുങ്ങളെല്ലാവരും ഒരുമിച്ച് താഴെ നടുമുറ്റത്തിനോട് ചേർന്നുള്ള തിണ്ണയിലാണ് കിടക്കാറ്. താഴെയുള്ള മുറികളെല്ലാം പേഴ്സണൽ ബിലോങ്ങിങ്സ് വെക്കാനായിട്ടുള്ള സ്റ്റോർ റൂമായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഏകദേശം 150 വർഷം പഴക്കമുള്ള ഈ വീട്ടിലെ ചുമരെല്ലാം ചുണ്ണാമ്പും എഗ് വൈറ്റും കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്.
നമുക്കിനി സെയിം സ്ട്രീറ്റിൽ തന്നെയുള്ള മറ്റൊരു വീട് കാണാം. CVRM ഹെറിറ്റേജ് ഹൗസ്. 2 വീട് ചേർന്നാണ് ഇതൊരു വലിയ മാൻഷൻ ആവുന്നത്. ഇതിലൊരു വീട്ടിൽ താമസിച്ചുകൊണ്ട് മറ്റേ വീട് പബ്ലിക്കിന് കാണുവാനായിട്ട് ഓപ്പൺ ആണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ ഹാളാണ്. ഇവിടെയാണ് ഇവരുടെ ഫങ്ഷൻസും കല്യാണമൊക്കെ നടക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ നടുമുറ്റം. നടുമുറ്റത്ത് ഇറങ്ങിക്കൊണ്ട് ഈ മാൻഷൻ കാണുവാൻ തന്നെ ഒരു അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഈ തൂണുകളും വാതിലുകളും എല്ലാം ബർമ തേക്ക് ഉപയോഗിച്ച് പണിതിരിക്കുന്നതാണ്. നടുമുറ്റത്ത് നിന്ന് നേരെ പോകുന്നത് അടുക്കള കെട്ടിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഇതിനോട് ചേർന്നുള്ള വീട്ടിൽ താമസമുള്ളതിനാൽ ചില വസ്തുക്കളൊക്കെ ഇപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിനി മുകളിലെ നിലയിലെ കാഴ്ചകൾ കാണാം. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു കെയിൻ്റെ ഊഞ്ഞാലാണ് കേട്ടോ കാണുവാൻ സാധിക്കുന്നത്. നമുക്കിവിടുത്തെ റൂംസ് ഒന്നും കാണാൻ സാധിക്കില്ല. അവരുടെ ബിലോങ്ങിങ്സ് ഉള്ള കാരണം പബ്ലിക്കിന് ഓപ്പൺ അല്ല. നമ്മളിനി കാണാൻ പോകുന്നത് ചെട്ടിനാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാൻഷൻ കാണാനാണ്. 1912 ചിദംബരത്തുള്ള അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ഫൗണ്ടറായ രാജാ സാർ അണ്ണാമലൈ ചെട്ടിയാരാണ് ഈ മാൻഷൻ പണിയെഴുപ്പിച്ചത്. 1912 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10 വർഷം എടുത്തു ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആവാൻ. ഒരുപാട് സിനിമകളിലും പാട്ട് സീനുകളിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പബ്ലിക് എൻട്രി അലൗഡ് അല്ല. സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്താലേ നമുക്ക് അകത്തേറി കാണാൻ സാധിക്കുള്ളൂ. മറ്റ് മാൻഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കോട്ടിയാടൊക്കെ ഉള്ളൊരു പാലസാണിത്. ചെട്ടിനാട് വീടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാണ്. ആത്തൻകുടി ടൈൽസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഗ്ലാസ് പാളിയിൽ വച്ചാണ് ടൈൽ കാസ്റ്റ് ചെയ്യുന്നത്. ആത്തൻകുടി ടൈൽസിൻ്റെ മിനുസത്തിനും തിളക്കത്തിനും കാരണം അതാണ്. ആദ്യം ഗ്ലാസ് പാളി, പിന്നെ അതിന് മുകളിൽ ഫ്രെയിം വയ്ക്കും. ഫ്രെയിമിൻ്റെ അകത്ത് അച്ചിറക്കി വെച്ച് ഡിസൈൻ അനുസരിച്ച് കള്ളികളിലേക്ക് ഈ നിറങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നു. വളരെ ശ്രദ്ധയോടെയാണ് കേട്ടോ ഇവരിത് ചെയ്യുന്നത്. പണ്ട് കളിമണ്ണും കുമ്മായവും നാച്ചുറൽ ഡൈയിങ് ഇൻഗ്രീഡിയൻസുമാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് സിമെൻറ്റും പല കളറിലുള്ള ഓക്സൈഡുകളുമാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 300-400 ടൈലുകളാണ് ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കുന്നത്. ചില്ലിന്മേൽ ഡിസൈൻ ആയിക്കഴിഞ്ഞാൽ ഫ്രെയിമിനുള്ളിലേക്ക് ഈ പ്രദേശത്തെ മണൽ വാരി വിതറുന്നു. ഒരു ടൈലിന് ഡിസൈൻ അനുസരിച്ച് 40 തുടങ്ങി 120 രൂപ വരെയാണ് വില. ഇപ്പോൾ നമുക്ക് ഗ്ലാസ്സിലൂടെ ഏകദേശം ടൈലിൻ്റെ രൂപം കാണാൻ സാധിക്കും. തുടർന്ന് അതിന് മേലെ സിമൻറ്റ് ഫ്രെയിമിലേക്ക് നിറയ്ക്കുന്നു. പിന്നീട് കുറച്ച് മണൽ സിമൻറ്റ് മിശ്രിതവും കൂടി ചേർത്ത് വടിച്ചെടുക്കുന്നു. പിന്നെ ഒരു പലക അമർത്തി വെച്ചിട്ട് ഫ്രെയിം എടുത്ത് മാറ്റുന്നു. இது வந்து நாளை காலையில் தண்ணிக்குள்ளே போடணும். நாளை காலையில் காலையில் தண்ணிக்குள்ளே போட்டு 3 days கிடக்கும். എടുത്ത് വെയിലിൽ കായ വെച്ചിട്ട് അതുക്കപ്പുറത്ത് കണ്ണാടി. ഇത് കഴിഞ്ഞ ദിവസം പണി പൂർത്തിയാക്കിയിരിക്കുന്ന വെയിലത്ത് വെച്ചിരിക്കുന്ന ടൈലാണ് കേട്ടോ. ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആത്തൻകുടി ടൈൽസിന് നല്ല ഡിമാൻഡാണ്. இது வந்து எப்படின்னா நம்ம எல்லாமே கையில் தான் தயார் பண்ணுறது. எந்த சைடு போயிட்டு கெமிக்கல் எதுவுமே கிடையாது. ചെട്ടിനാട് വരുമ്പോൾ ആത്തൻകുടി ടൈൽ മേക്കിംഗ് പ്രോസസ്സ് കാണാൻ മറക്കരുത്. ടൂറിസ്റ്റുകൾ സ്വയം ചായമൊക്കെ ഒഴിച്ചുണ്ടാക്കിയ ടൈൽ സുവനീറായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ചെട്ടിനാട് വരുമ്പോൾ ഏതെങ്കിലും ട്രഡീഷണൽ മാൻഷനിൽ സ്റ്റേ ചെയ്ത് അവരുടെ രീതികളും സംസ്കാരവും ഒക്കെ അടുത്തറിയുമ്പോഴാണ് ഒരു ചെട്ടിനാട് യാത്ര പൂർണ്ണമാവുന്നത്. പക്ഷേ ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന മാൻഷനുകളെല്ലാം നല്ല എക്സ്പെൻസീവാണ്. ഏകദേശം 15,000-20,000 രൂപയാണ് ഈ ലക്ഷറി ഹോട്ടൽസിന്. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള ചെട്ടിനാട് സ്റ്റൈൽ ഹോട്ടൽസ് ആണ്. ഏകദേശം 120 വർഷം പഴക്കമുള്ള ദ ചെട്ടിനാട് ഹെറിറ്റേജ് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരറ്റത്തുനിന്ന് തുടങ്ങി അങ്ങ് അറ്റം വരെയുണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടി. 15,000 സ്ക്വയർ ഫീറ്റിൽ 14 റൂംസാണ് ഇവിടെയുള്ളത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 2 നടുമുറ്റും അതിനിടയിൽ ഹോളുകളുമാണ് കേട്ടോ ഇവിടെ. അതിലൊരെണ്ണം ഗസ്റ്റ് പ്ലേ ഏരിയയും മറ്റേത് ഡൈനിങ് ഹാളുമാണ്. 3 നിലയിലാണ് ഈ മാൻഷൻ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളുടെ ബെഡ്റൂം വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്.
ട്രഡീഷണൽ ചെട്ടിനാട് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ. ഞങ്ങൾ 2 റൂം എടുത്തിരുന്നു. അപ്പോൾ 2 റൂമിനും കൂടി ഒരു കോമൺ ബാൽക്കണി ആയിരുന്നു. നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി. ഇവിടെയും ചുറ്റും ചെട്ടിനാട് ഭവനങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ മാൻഷൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിൽ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കാൻ മറക്കല്ലേ. ഇതാണ് സെക്കൻഡ് മാൻഷൻ, ചെട്ടിനാട് മാനർ. എനിക്ക് തോന്നുന്നു ചെട്ടിനാട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ട്രഡീഷണൽ മാൻഷൻസിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണിത്. ഒരു ദിവസം ഞങ്ങൾ ഇവിടെയും സ്റ്റേ ചെയ്തിരുന്നു. ഈ 2 പ്രോപ്പർട്ടിയുടെയും കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇവിടുത്തെ റൂമിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിട്ടോ, അതുകൊണ്ടാണ് ഫോട്ടോസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ചെട്ടിനാട് വരുമ്പോൾ എന്തെവിടെ പോയി ഷോപ്പ് ചെയ്യണം നോക്കിയാലോ. ചെട്ടിനാട് മാൻഷൻസ് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ചെട്ടിനാട് സാരീസ്. നമ്മളിപ്പോൾ കനാട് ഗാർഡൻ വില്ലേജിലുള്ള CVCT സ്ട്രീറ്റിലെ നെല്ലി ഹാൻഡ്ലൂംസിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു വീവിംഗ് സെൻറ്ററും കൂടിയാണ്. കണ്ടാങ്കി സാരി എന്നാണ് ചെട്ടിനാട് സ്പെഷ്യൽ സാരിയെ പറയുന്നത്. ഏകദേശം 250 വർഷം പഴക്കമുണ്ട് ഈ വീവിങ്ങിന്. 2019 കണ്ടാങ്കി സാരിക്ക് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. കണ്ടാങ്കി സാരി വീവ് ചെയ്യുന്ന ഏകദേശം 200-ൽ പരം വീവേഴ്സ് ചെട്ടിനാട് ഭാഗത്തുണ്ട്. വീതി കൂടിയ ബോർഡർ, കോൺട്രാസ്റ്റ് കളേഴ്സ്, ചെക്ക് പാറ്റേൺ എന്നിവയാണ് കണ്ടാങ്കി സാരികളുടെ പ്രത്യേകതകൾ. കണ്ടാങ്കി സാരികൾ സിൽക്ക് മെറ്റീരിയലിൽ അവൈലബിൾ ആണ്, കോട്ടണിലും അവൈലബിൾ ആണ്. പണ്ട് കാലത്ത് ഈ സാരികൾ ബ്ലൗസ് ഇല്ലാതെ ഉടുത്തിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടാണ് ഇതിൻ്റെ വീവിങ് വരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഈ സാരീസ് കിട്ടും. ഏകദേശം 750 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. സാരീസ് മാത്രമല്ല, സെയിം മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചുരിദാർ സെറ്റുകൾ, പട്ടുപാവാട അങ്ങനെയെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. നെല്ലി ഹാൻഡ്ലൂംസിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. വീടുകളോട് ചേർന്ന് തന്നെ ഒരുപാട് വീവിംഗ് സെൻറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണത്തിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്, വെങ്കിടരാമൻ തറി. ലൈവായിട്ട് വീവിംഗ് ഒക്കെ കണ്ടതിന് ശേഷം സെയിം കോമ്പൗണ്ടിൽ തന്നെയുള്ള ഇവരുടെ ഷോപ്പിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെയും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ചെട്ടിനാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഭക്ഷണമാണല്ലേ. നല്ല സ്പൈസി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ കറി എൻ്റെ ഫേവറേറ്റ് ആണ്. കാരക്കുടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മെസ്സാണ് ശ്രീപ്രിയ മെസ്സ്. പക്ഷേ ഇന്നത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രീ രംഗവിലാസ് മെസ്സിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ നല്ല ബൺ പൊറോട്ടയും ദോശയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. ചെട്ടിനാട് വരുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ലോക്കൽ മെസ്സുകളിൽ കയറി ഫുഡ് കഴിക്കുന്നത് അടിപൊളിയാണ്. ഒരു ഫുഡ് ടൂർ തന്നെ നടത്താനുള്ള വക ഈ നാട്ടിലുണ്ട് കേട്ടോ. ഇനി കുറച്ച് പ്രീമിയം കാറ്റഗറി റെസ്റ്റോറൻ്റാണ് വേണ്ടതെങ്കിൽ കനാട് ഗാർഡൻ വില്ലേജിലുള്ള CVCT സ്ട്രീറ്റിലെ വാദ്യർ ഹൗസിലേക്ക് പോകാം. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ദ പാർക്ക് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ കീഴിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ട്രഡീഷണൽ ലഞ്ചും ഡിന്നറുമാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ചെട്ടിനാട് താലി മീൽസാണ് ഇവരുടെ പ്രത്യേകത. നമ്മളുടെ ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെട്ടിനാടുള്ളൊരു ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റിലാണ്. വാദ്യാസ് ഹൗസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇന്ന് ഞങ്ങൾ ലഞ്ചിന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് നോൺ വെജ് ചെട്ടിനാട് താലി മീൽസാണ്. ഇത് രണ്ടും വെജ് മീൽസാണ്. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെട്ടിനാട് നോൺ വെജ് താലിയാണ്. ചിക്കൻ കുഴമ്പ്, ഫിഷ് കറി, സാമ്പാർ, രസം, വെണ്ടിക്കാய் കൂട്ട്, ഇത് പൊട്ടേറ്റോ, ഓക്കെ, പൊരിയൽ, പീനട്ട് ചട്നി, യോഗട്ട്, കഞ്ചി, പായസം, പപ്പടം. ഓക്കെ. പലതരം സ്പൈസസും സുഗന്ധവ്യഞ്ജനങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചെട്ടിനാട് ചിക്കൻ കറിയും മട്ടൻ കറിയുമാണ് കാരക്കുടിയിലെ പ്രധാന വിഭവങ്ങൾ. എനിക്ക് ചെട്ടിനാട് ചിക്കൻ കറിയും ചോറും ഭയങ്കര ഇഷ്ടമായി. ചെട്ടിനാടിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ ഇനിയും ഒരുപാട് കഥകളുണ്ട്, കാണിക്കുവാൻ ഒരുപാട് കാഴ്ചകളും.
തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെട്ടിനാടിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്ക് പാക്ക് കപ്പിൾ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലൊക്കേഷനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മധുരൈ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ടാറ്റ ആൻഡ് ബൈ ബൈ ഫ്രം ബാക്ക് പാക്ക് കപ്പിൾ.